നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എൻജി എല്ലാത്തിനും എസ് ഷോർട്ട് അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫസ്റ്റ്. ഓക്കെ, നിഫ്റ്റി നാളെ മറ്റേ RBI പോളിസിയുടെ ന്യൂസ് ഉണ്ട്. സോ ആ ബേസിലായിരിക്കും മോസ്റ്റ്ലി നാളെ ന്യൂസ് വരാൻ പോകുന്നത്. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് മേ ബി ആവാം. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി ഞാൻ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നലത്തെ റീൽ കണ്ടിയിലും കാണുന്നത് ഈ ഒരു ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഇത് ഫുൾ ഇതിനകത്ത് അകത്താണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മോസ്റ്റ്ലി ചാൻസസ് ഇത് ഫുൾ എ, ഇത് ബി ആൻഡ് ദെൻ സിയുടെ 5 മൂവ്സ് മുകളിലേക്ക് കാണാം അപ്കമിങ് ടൈമിൽ. ബട്ട് ഫസ്റ്റ് ഈ വീക്ക് കംപ്ലീറ്റ് ആയോ ഇല്ല എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ബിയുടെ റേഷ്യോ 61.80%. ഈ രണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 23,100 ആൻഡ് 22,640. ഇത് എവിടെ നിന്ന് കിട്ടി? ഈ റെഡ് ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എവിടെ നിന്ന് കിട്ടി? ഈ രണ്ട് സപ്പോർട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഇവിടുന്ന് ഇത് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഫിബനാച്ചി യൂസ് ചെയ്യണം. 61.80% ആൻഡ് ദെൻ 81.20%. ഓക്കെ, ഈ രണ്ട് റേഷ്യോസാണ്. പിന്നെ വേറൊരു റേഷ്യോ കൂടി ഞാൻ ഷെയർ ചെയ്ത ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു റേഷ്യോ വരുന്നുണ്ട്. പെർഫെക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഈ രണ്ടിൻ്റെ 50% നോക്കണം കേട്ടോ. 61.80% എക്സാക്ട്ലി നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് ഞാൻ ഇതാണ് ഏകദേശം ഇതായിരിക്കും ഐ തിങ്ക്. ഓക്കെ, ഇതുകൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. വൈ റീസൺ എന്താ? മാർക്കറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത് യെല്ലോ ആക്കി മാർക്ക് ചെയ്യുക. സോ മോസ്റ്റ്ലി ചാൻസസ് മാർക്കറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാപ്പ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ രണ്ടിൻ്റെ റേഷ്യോ ഈ ഇടയ്ക്കുള്ള റേഷ്യോസ് ഒത്തിരി വാല്യൂബിൾ ആണ് സംടൈംസ്. ഓക്കെ, സംടൈംസ് വാല്യൂബിൾ ആണ്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഫോർ കൺഫർമേഷൻ, ജസ്റ്റ് ഫോർ ഒരു നമ്മുടെ ഒരു നോളജിന് വേണ്ടി നമ്മൾ എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, വേറെ മുകളിലേക്കൊന്നും ഇല്ല. 23.80 ഈ ഏരിയയിലല്ല. 61.80%, 81.20%. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ലെവലാണ് ഇത്. 50% ഈ രണ്ടിൻ്റെ പകുതി. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്ത് വെച്ചാൽ ഇതാണ് നമ്മുടെ മെയിൻ സപ്പോർട്ട്. സോ ബി റിവേഴ്സൽ തരുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ തരണം. 61.80%, ഈ ഇവിടുത്തെ ഈ സെൻറ്റർ യെല്ലോ ലൈൻ ആൻഡ് ദെൻ 81.2. ഓക്കെ, സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓവറോൾ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ റൈറ്റ്. ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ എന്താണ്? ഞാൻ ഈ ഫിബനാച്ചി ഡിലീറ്റ് ചെയ്യുന്നു. സ്മോൾ ടൈം ഫ്രെയിമിലോട്ട് നോക്കുകയാണെങ്കിൽ നത്തിങ്, ഒന്നും കാണുന്നില്ല. പ്രൈസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. സോ ഇതിൻ്റെ നാളെ മേ ബി പോസിറ്റീവ് ഓപ്പണിംഗ് എന്തെങ്കിലും നോക്കാം, ഓർ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്തെങ്കിലും നോക്കാം. ഇത് കറക്ഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് എന്താ ചെയ്യുന്നത്? ഐ തിങ്ക് ഇത് എ, ഇത് ബി ആൻഡ് സിയുടെ 5 മൂവ്സ് ഉണ്ടാവും ആൻഡ് മാക്സിമം 61.80% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഞാൻ കറക്ഷനാണ് ഇത് കാണുന്നത് റൈറ്റ്. ഓക്കെ, 61.80 ഇത് 61.80% വരെ മാത്രമേ പോകാറുള്ളൂ യൂഷ്വലി, അങ്ങനെയാണ്. ഓക്കെ, സോ ഇത് തിക്കാക്കി റെഡാക്കി മാർക്ക് ചെയ്ത് വെച്ചു. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയി വർക്ക് ചെയ്യും. 127% കൂടി മാർക്ക് ചെയ്തു കേട്ടോ. ഞാൻ ഷെയർ ഇൻട്രഡേ സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ. ഈ സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിം ബാലൻസ് ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, 23,560. സോ രണ്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് നാളത്തേക്ക് ഉള്ളത്. സോ മോസ്റ്റ്ലി ചാൻസസ് ഗ്യാപ്പ് അപ്പ് സംതിങ് എന്തെങ്കിലും ഉണ്ട്, പിന്നെ അവിടെ എടുക്കും, പിന്നെ റിവേഴ്സൽ, പിന്നെ മുകളിൽ പോയിട്ട് അത് കട്ട റെസിസ്റ്റൻസ് ആണ് ഇത് കേട്ടോ. സോ 61.80% മാത്രമേ ശരിക്കും അത് പോകാറുള്ളതാണ്. സോ നമ്മളെ റെഡ് സോൺ ആണ് ഇത്. ഇൻ കേസ് 23,680 അബവ് പോയാൽ സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫർദർ ബുള്ളിഷ് ഉള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ഇവിടെ തന്നെ റിവേഴ്സലിൻ്റെ താഴേക്ക് തന്നെ വരും. ഓക്കെ, ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. ഏത് ലെവലാണ്? ഈ ബ്ലാക്ക് കളർ. ഓക്കെ, ഇതിൻ്റെ അബവ് മാത്രം പോയാലേ നമുക്ക് ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ പ്രൈസ് വീണ്ടും എന്ത് ചെയ്യും? ഇതുവരെ ഡയഗണൽ എൻഡിങ് ലെവൽ പാറ്റേൺ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു ഫോർമേഷൻ ഒന്നും കാണുന്നില്ല, ഇതിങ്ങനെയൊക്കെ ഒന്നും കാണുന്നില്ല. മേ ബി നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് കാണുന്നില്ല, അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ട് യെസ്, മനസ്സിലിങ്ങനെ നമ്മൾ വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് വേഗം ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. പ്ലീസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കുറേ ദിവസമായി ഞാൻ ബട്ട് ബിസി ആയിരുന്നു, എന്ത് ചെയ്യാം. ഇന്നിങ്ങനെയും ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. താങ്ക്സ് യു സോ മച്ച്. ഇതാണ് ക്രൂഡ് ഓയിൽ. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എ, ഇത് ബി, ഇതിൻ്റെ അകത്തുള്ള ഫുൾ സ്ട്രക്ചറാണ് ക്രൂഡ് ഓയിലിൻ്റെ. ഇതിൻ്റെ ബിലോ പോയാൽ സഡൻ കയറി വരാനുള്ള ചാൻസസ് ഉണ്ടാകും കേട്ടോ. സോ ക്രൂഡ് ഓയിൽ വലിയ ഇതില്ല, ബീറിഷ് അല്ല. ബട്ട് യെസ്, സ്മോൾ ടൈം ഫ്രെയിമിൽ മേ ബി ഐ തിങ്ക് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് കയറുവാണെങ്കിൽ ഓക്കെ. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്രൂഡ് ഓയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5
സോ 1, ഇത് 2, ഇത് 3, ഇതിപ്പോൾ ഓക്കെ. അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ മുകളിൽ പോകുന്നത്. നമുക്ക് നോക്കാം. സോ ക്രൂഡ് ഓയിൽ ഫുള്ള് ലെഗിൻ്റെ ഓക്കെ 50%. ഓക്കെ, ഇതിൻ്റെ ബിലോ പോയാൽ ക്രൂഡ് ഓയിൽ വീക്ക് ആയിരിക്കും. ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ സപ്പോർട്ട്, റൈറ്റ്? 50%. 4 ആണല്ലോ ഞാൻ കൗണ്ട് ചെയ്യുന്നത്. കാണിച്ചു തരട്ടെ. ജസ്റ്റ് ഒന്ന് സഡൻ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഓക്കെ, ആൻഡ് ദെൻ 5 മേ ബി അങ്ങനെ. ഓക്കെ, ബട്ട് 50% ഈ ലെവൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ 5th അപ്പ് സൈഡ് വീണ്ടും 5th നമുക്ക് കിട്ടും. 50% ഈ ലെവൽ. ഓക്കെ, 2 ഡേ ലോ ബ്രേക്ക് ചെയ്ത ഓവറോൾ വീക്ക്നെസ് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. ഞാനിവിടെ ലെവൽസ് അല്ലെങ്കിൽ ഡോട്ട് ടു ഡോട്ട് പിൻ പോയിൻറ്റ് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാറില്ല. ഞാൻ ഷെയർ ചെയ്യുന്നത് എലിറ്റ് വേവിൻ്റെ കൗണ്ടിങ് ആണ്. സോ അത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നാച്ചുറൽ ഗ്യാസിലേക്ക് പോകാം. നാച്ചുറൽ ഗ്യാസിൻ്റെ സപ്പോർട്ട് ഇതാണ്. നാച്ചുറൽ ഗ്യാസ് 5. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും ഇത് കാണുന്നില്ല. ഇതിൽ മുകളിലേക്ക് പോയി അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബൗൺസ്. എൻജിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് മേ ബി ഇത് എ, ഇത് ബി ആയിട്ട് ഇങ്ങനെ പോകും. എൻജിൻ്റെ നമുക്ക് കാണുന്നത് 61.80% പെർഫെക്റ്റ് നിൽക്കാനാണ്. പെർഫെക്റ്റ് അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് 61 കഴിഞ്ഞാൽ 81.80%. ഈ 2 റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അഭാവം പോയാൽ മാത്രമേ എൻജിൻ ബുള്ളിഷ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും സൈഡ് വേസ് ടു ഡൗൺ നമുക്ക് എൻജിന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് നാളെ നമ്മുടെ പോളിസിയാണ്, RBI പോളിസി. ശ്രദ്ധിക്കുക, മൂവ് 10:30 ഓർ 11 കഴിഞ്ഞിട്ടേ മൂവ് കിട്ടുള്ളൂ. അതിന് മുന്നേ സൈഡ് വേസ് ടു ജെന്യൂൻ മൂവ് കിട്ടുകയാണെങ്കിൽ 11 കഴിയണം. ഓക്കെ, മിനിമം 11 കഴിക്കണം. സോ ബാങ്ക് നിഫ്റ്റി അതാണ് ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ 1, 2, 3, 4, 5 എ, ഇത് ബി ആണ്. ഞാൻ ടൈം ടേക്കിംഗ് ആണെങ്കിൽ ബി ഞാൻ കൗണ്ട് ചെയ്യാറുള്ളൂ. യൂഷ്വലി എങ്ങനെയാണ് അതൊരു അപ്കമിങ് ടൈമിൽ നമുക്ക് അതൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്യട്ടോ. എല്ലാം ഞാനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ഇലിറ്റ് വേവിൻ്റെ ഫർദർ ലേണിംഗ് വീഡിയോസ് നമുക്ക് അപ്കമിങ് ടൈമിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് ലേണിംഗ് വീഡിയോസും കൂടി കമൻറ്റ് ചെയ്യുക. ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗുണമുണ്ട്. യെസ്, അബ്സല്യൂട്ട്ലി. ബട്ട് ഇലിറ്റ് വേവിൻ്റെ ആകെ ബേസിക്കാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ സോ മനസ്സിലാക്കിയൊക്കെ ഇലിറ്റ് വേവിൻ്റെ പവർ എന്താണ്. സോ ബേസിക് മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ജെനുവനിലേക്ക് നമ്മൾ കയറിയിട്ടേ ഇല്ല. അപ്കമിങ് ടൈമിൽ ജനുവലിൽ നമുക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ബട്ട് ഒത്തിരി സമയം കൊടുക്കേണ്ടി വരും ഞാൻ. പിന്നെ നിങ്ങൾ അതിന് ബേസിക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഐ തിങ്ക് ഒത്തിരി പേരുടെ ക്ലിയർ ആയിട്ടുണ്ട്. 10 പേര് റെഗുലർലി 8-10 പേര് റെഗുലർലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. ബട്ട് യെസ്, എനിക്ക് ഐഡിയ കിട്ടുന്നുണ്ട്. യെസ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇലിറ്റ് വ്യൂ പഠിക്കാം. സോ എല്ലാവരുടെയും മസ്റ്റായിട്ട് പഠിക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇതിൻ്റെ അബവ് പോയാൽ നിഫ്റ്റി യെസ് ഇതിൻ്റെ അബവ് പോയ ഫർദർ ബൈ സൈഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അബവ് പോയ സ്കാൽപ്പിംഗ് ബൈ സൈഡ് ബ്രേക്ക് ഔട്ട് ആയ ഇതിൻ്റെ. ബട്ട് ഫർദർ ജെനുവൻ മൂവ് ഇതിൻ്റെ അബവ് കിട്ടുള്ളൂ. 55,550 അബവ് മാത്രമേ ജെനുവൻ മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കൂടി വേണമെങ്കിൽ ഇത് 1, 2, 3, 4, 5 ഇത് ബി സി ആയിട്ട് കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റി നാളെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാണ് കേട്ടോ. ഈ ബ്ലാക്ക് ടോൺ ടൈപ്പ് പോയാൽ നമുക്ക് യെസ് ബ്രേക്ക് ഔട്ട് ആയെന്ന് പറയാം. ബട്ട് ജെനുവൻ ബൈ ഇതിൻ്റെ അബവ് വരുള്ളൂ. 55,550 അബവ്. ഓക്കെ, സെൻസെക്സ് പോകാം. സെൻസെക്സ് യെസ് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. റൈറ്റ്, നമുക്ക് ഒത്തിരി ലെവൽസ് ഇതിനകത്തുണ്ട്. ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സഡൻ ആൻഡ് ഈ സപ്പോർട്ട് ഡിലീറ്റ് ചെയ്യാം. സെൻസെക്സിൽ നിഫ്റ്റിയുടെ പോലെ തന്നെ നമുക്ക് ഐ തിങ്ക് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണല്ലോ ഇതിൻ്റെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ബിസിയാണ്, അതുകൊണ്ട് ട്രേഡ് കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. സോ പ്ലീസ് ശ്രദ്ധിക്കുക, അതനുസരിച്ച് വേണം എല്ലാവരും കൂടി ട്രേഡ് എടുക്കാൻ. റിസ്ക് കുറച്ചെടുക്കാവുള്ളൂ. ഞാൻ ബിസിയാണ് ഒത്തിരി, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് റിപ്ലൈ ലേറ്റ് ആയിരിക്കും, ആക്റ്റീവും അല്ല ഞാൻ. ഇത് 81.20% എന്നതൊക്കെ എല്ലാം ഓൾറെഡി മാർക്കാണ്. 81.20% ബ്രേക്ക് ആയ ദെൻ മീൻസ് ഇതിനകത്ത് ഫർദർ വീക്ക്നെസ് ബിഗർ ടൈപ്പിൻ്റെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും ഇൻ സെൻസെക്സ്. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് ആ ഒരു റേഞ്ച് ബൗണ്ടാണ്. നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് അന്ന് നമ്മൾ ചെയ്തതാണ്. സ്റ്റിൽ അതിൻ്റെ റീടെസ്റ്റ് നമുക്ക് കിടക്കും. നിഫ്റ്റി ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ഡയഗണൽ പാറ്റേൺ എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടാണ് നമുക്ക് നോക്കാനുള്ളത്. യെസ്, ഇതിങ്ങനെ ഒരു സപ്പോർട്ടഡ് ലൈൻ വരച്ചോളൂ. ഓക്കെ, മെഗാ
നോക്കാം കേട്ടോ. ഇത് ഹോൾഡ് ചെയ്താൽ നമുക്ക് നോക്കാം, ഫർദർ അപ്പ് സൈഡ് നമുക്ക് നോക്കാം കേട്ടോ. ഇത് മോൾഡ് ചെയ്താൽ ഇതിൻ്റെ ഇൻ്റർവൽ മൂവ്സ് ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നില്ല, ബിസിയാണ്. സോ നമുക്ക് പിന്നെ നോക്കാം. ഇത് ഹോൾഡ് ചെയ്ത് ഫർദർ അപ്പ് സൈഡ് മൂവ് നമുക്ക് കിട്ടും ഈ ബ്ലാക്ക് ടോൺ. സോ മെഗാഫോണിലേക്ക് ഇത് മാറും കേട്ടോ. നോക്കാം നമുക്ക് അപ്കമിങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെല്ലാം നോക്കാം. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ട താങ്ക് യു.